ഹായ്, വെൽക്കം ടു ഫെമീസ് കിച്ചൻ. ഇന്ന് ഫെമീസ് കിച്ചണിൽ ഞാനാണ് ചെറിയൊരു വിഭവം തയ്യാറാക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരല്പം കറിവേപ്പില ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടി ആഡ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കത്. ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 2 വലിയ സവാളയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ ക്വാണ്ടിറ്റി കൂട്ടുക. സവാള നമുക്ക് അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവേണ്ട. ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. കാരണം ഞാൻ പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എരിവ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ചുവന്ന മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1-1.5 സ്പൂൺ മുളക് ആഡ് ചെയ്യാം. ഒരല്പം മഞ്ഞൾ പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകപ്പൊടി ആഡ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 4 പച്ചമുളക് നെടുക കീറിയത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരല്പം വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 വലിയ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത്. ശരിയായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. കൂടുതൽ വേണ്ട. നമുക്ക് തക്കാളിയിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. ഇനി ഉപ്പ് ഒന്ന് നോക്കിയിട്ടിടുക. നമ്മൾ നേരത്തെ ഉള്ളിയിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലാവാതെ ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, 10 മിനിറ്റ് ആയിട്ടുണ്ട്. മസാല എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ച മുട്ട ആഡ് ചെയ്യാം. ബോയിൽ ചെയ്ത മുട്ട ഇതുപോലെ 2ആയിട്ട് മുറിച്ചെടുത്തിട്ട് ആഡ് ചെയ്യാം നമുക്കിതിലേക്ക്. എന്നിട്ട് മുട്ട ഉടഞ്ഞു പോകാതെ അതിൻ്റെ മുകളിലൂടെ മസാല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫൈനലായിട്ട് നമുക്ക് മല്ലിച്ചപ്പുണ്ടെങ്കിൽ അതായിരിക്കും നന്നാകുക. ഞാനിപ്പോൾ തൽക്കാലം കറിവേപ്പിലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. മല്ലിച്ചപ്പാണ് ഒന്നുകൂടി ടേസ്റ്റ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് റെഡിയായി. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ വിഭവം തയ്യാറാക്കാം. കൂടുതൽ നല്ല നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്